നീ എന്തൊക്കെയാടി കാണിക്കുന്നേ? എന്താ? ആ പിള്ളേരുടെ കൂടെ ദേവസാർ ഇരിക്കുന്ന എന്തിനാ? സാറിന് നീ ട്യൂഷൻ എടുക്കാൻ പോവാണോ? ആ, കഴിഞ്ഞ ദിവസം ആയമ്മ എന്നോട് വന്ന് പറഞ്ഞ കാര്യമൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. ദേവസാറിന് ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെ നീ പറഞ്ഞു. പക്ഷേ നീ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേനെ. അതെന്താ? ഞാൻ പഠിപ്പിച്ചാല്? കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയാണോ ഇത്രയും മുതിർന്ന ആളെ പഠിപ്പിക്കുന്നത്? നിനക്കെന്താ ബോധമില്ലാണ്ടായോ? അമ്മ എന്താ ഈ പറയുന്നേ? ഇതിൽ ഇത്ര വലിയ കുഴപ്പമെന്താ? ഇത്രയും നാള് ഞാൻ ആ കുട്ടികളെ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ അമ്മ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴെന്താ ഇങ്ങനെ? അതാ എനിക്ക് മനസ്സിലാകാത്തെ. നിനക്ക് മനസ്സിലാകുകയല്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. എടി, കൊച്ചു പിള്ളേരും ദേവൻ സാറും ഒരുപോലെയാണോ? അതല്ലേ കഷ്ടം. ആ പിള്ളേരുടെ അത്ര പോലും ദേവൻ സാറിന് അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഭഗവതി, ഇത് ആരാ വരുന്നേ? പാറുവെക്കനോ? എന്താ പാറുവൊക്കെ വിശേഷങ്ങള്? എനിക്ക് എന്ത് വിശേഷം? ഇത് തന്നെ തൊഴില്. അല്ല, ഇത് എവിടെയായിരുന്നു ഇത്രയും നാള്? ഞാൻ ആയമ്മയോട് തിരക്കാത്ത ദിവസമില്ല. അവരുടെ സ്വഭാവം അറിയാലോ, അവരൊന്നും വിട്ടു പറയില്ല. ആ, എന്നിട്ട് പറയ്, എവിടെയായിരുന്നു? ഞാനൊന്ന് വീട് വരെ പോയതാ പാറുവക്ക. അവിടെ ചെന്നപ്പോഴേ ആകെ പ്രശ്നം. അമ്മയ്ക്ക് സുഖമില്ലാണ്ട് ആശുപത്രി കൊണ്ടുപോയി. അയ്യോ, എന്തു പറ്റി? ബലുവായിരുന്നു, ആസ്മയെ. അതുകൊണ്ട് ആശുപത്രിയിലും വീട്ടിലുമായിട്ട് കുറെ ദിവസം അങ്ങ് പോയി. അമ്മയെ നോക്കാൻ വീട്ടിൽ വേറെ ആരും ഇല്ലേ? ഒറ്റയ്ക്കാ? ചേട്ടന്റെ ഭാര്യയുണ്ട്, പക്ഷെ ഒരു മൂദേവിയാവും. അറുത്ത കൈ കുപ്പ് തയ്ക്കാത്തേനം. തരം കിട്ടിയാലേ അവരപ്പ അമ്മയെ ഉപദ്രവിക്കുകയും ചെയ്യും. ആ സ്വഭാവം അറിഞ്ഞേ ദൈവം നല്ല ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. അവർക്ക് മക്കളില്ല, ഇനിയൊട്ടുണ്ടാകത്തുമില്ല. അതിന്റെ ദേഷ്യം കൂടി പാവപ്പെട്ട എന്റെ അമ്മയടുത്ത് തീർത്തിട്ട് വല്ല കാര്യമുണ്ടോ? ആർച്ചമോളെ, പറയുമ്പം വേറൊന്നും തോന്നരുത്. പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയുക. നിന്റെ അമ്മായി അപ്പൻ ഒരു നാണം കെട്ടവനാണല്ലോടി. അമ്മായി, പണമുണ്ട്, പദവിയുണ്ട്, വലിയ വലിയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ എന്താ കാര്യം? അഭിമാനം തൊട്ട് തീണ്ടിയിട്ടില്ല. അരക്കഴഞ്ചെങ്കിലും അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ അങ്ങനെ പറയുമായിരുന്നോ? ഏതോ പീറ ടീച്ചറിന്റെ വീട്ടുമുറ്റത്ത് പിച്ചക്കാരനെ പോലെ പോയിരുന്നു പഠിച്ചേച്ചു വന്നപ്പോ മകനെ അഭിനന്ദിക്കുന്നു. കൊള്ളാമടാ മോനേന്ന്. ആ ആയമ്മ പൊക്കി പറയുന്ന കേട്ടപ്പോഴാ എനിക്ക് വേറഞ്ഞു ഏറിയത്. എന്തോ വലിയ മഹാകാര്യമല്ലേ ആ മുതുക്കി ചെയ്തത്. ഒന്നും അറിയാത്ത പാവം ദേവനെ കയ്യെ പിടിച്ച് വലിച്ച് ആ വീട്ടുമുറ്റത്ത് കൊണ്ടിരുത്തിയനെ. നല്ല വഴക്ക് പറയുന്നതിന് പകരം ആയമ്മ ചെയ്തതൊരു പുണ്യപ്രവർത്തിയാണ്. എന്റെ മനസ്സൊന്ന് തണുത്തു. അത് ഞങ്ങളുടെ മനസ്സ് ഇത്രയും കാലം ചൂടുവെള്ളത്തിൽ ഇട്ടു വെച്ചിരിക്കുന്നു. അല്ല പിന്നെ, ഇന്നലെ എനിക്കൊരു പുതിയ സ്റ്റുഡന്റിനെ കിട്ടി. അക്കാര്യോ? ഫ്രീ സർവീസ് അല്ലേ? പുതിയ കുട്ടികളെ കിട്ടാൻ നിനക്ക് ഒരു പ്രയാസവും ഇല്ല. ഈ സ്റ്റുഡന്റ് അത്ര കുട്ടിയൊന്നുമല്ല. പിന്നെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന? വല്ല 9ഓ 10ഓ ഒക്കെ ആയിരിക്കും. ക്ലാസ് പറഞ്ഞാ നീ ഞെട്ടും. അതെന്താടി ഞാൻ ഞെട്ടാൻ മാത്രം വലിയ ക്ലാസ്? വല്ല BA-ക്കാരോ മറ്റോ ആണോ? ഏയ്, അത്ര വലിയ മണ്ട ശിരോമണികളൊന്നും ഈ മാർത്താണ്ട് വരത്തില്ല. പറ, എത്രാം ക്ലാസ്സാ? ശരിക്ക് പറഞ്ഞ 1ാം ക്ലാസ്സും അല്ല, അതിനും താഴെ, LKG എന്ന് പറയാം. നിനക്കെന്താ വട്ടാണോ? ഈ LKG പിള്ളേരൊക്കെ എന്ത് പഠിപ്പിക്കാനാ? ഞാൻ പറഞ്ഞില്ലേ, ഇതങ്ങനെ കുട്ടിയല്ല. പഠിക്കേണ്ട പ്രായത്തില് പഠിക്കാൻ പറ്റാതെ പോയ ഒരു പാവം. ഇപ്പൊ പഠിക്കണമെന്നൊക്കെയുണ്ട്, പക്ഷേ മറ്റുള്ളവരൊക്കെ കളിയാക്കുമെന്ന് പേടിച്ച് പഠിക്കാതെ ആരെ അറിയിക്കാതെ നടക്കായിരുന്നു കക്ഷി. നീ ഇതാരുടെ കാര്യ പറയുന്നേ? ഈ മാർത്താണ്ഡപുരത്തുള്ള ആള് തന്നെയാണോ? അതേന്ന്, നമ്മൾ ആരും അറിഞ്ഞില്ലാന്ന് മാത്രം. അങ്ങനെ ചിലരും നമുക്ക് ഇഷ്ടമുണ്ടടി. അതാരാ കക്ഷി? എനിക്കും അറിയാവുന്ന ആളാണോ? നിനക്ക് മാത്രമല്ല, ഈ മാർത്താണ്ഡപുരത്തുള്ള സകലർക്കും അറിയാവുന്ന ആളാ. ജീവിതത്തില് എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും പഠിക്കാൻ കഴിയാതെ പോയി. അതാണ് വിധി. നീ ആളെ പറ, എനിക്കറിയാവുന്ന ആണോ നോക്കട്ടെ. ആളെ പറഞ്ഞാ നീ പിന്നെ ഞെട്ടും. ഞാൻ ഞെട്ടിയ പൊട്ടുമൊന്നുമില്ല. നീ ആളാരെന്ന് പറ. പറ പെണ്ണേ. ദേവൻ സാറ്. ഞെട്ടുകലെന്ന് വീരവാദം പറഞ്ഞ ആളിതാ സ്റ്റാച്ചു ആയി നിൽക്കുന്നു. ഏയ്,
നീ എന്താ പറഞ്ഞേ? ദേവൻ സാറിനോ? അതേടി, ദേവൻ സാറ് തന്നെ. പക്ഷേ നീ ഇതാരോടും പറയാനൊന്നും പോണ്ട കേട്ടോ. സത്യമാണോ ഇത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. അതേടി, ദേവൻ സാറിന് എഴുതാനും വായിക്കാനും അറിയില്ല. അതെങ്ങനെ സംഭവിച്ചു? സ്വന്തമായിട്ടൊരു സ്കൂൾ ഉണ്ടായിട്ടും പഠിച്ചില്ലെന്നോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ വിധി. പഠിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പഠിക്കാതെ ഉഴപ്പിയതുമല്ല. സ്വന്തമായി സ്കൂളും ഉണ്ടായിരുന്നു. എന്നിട്ടും നിരക്ഷരനാവാനായിരുന്നു ദേവൻ സാറിന്റെ വിധി. എന്താ സംഭവിച്ചതെന്ന് നീ പറ. അതൊരു ട്രാജിക് സ്റ്റോറിയാ. ഒരു മാസം ഞാനൊന്ന് മാറി നിന്നതേ ഉള്ളൂ, അതോടെ സകലതും തീർന്നു. അത് സത്യം. നീ പോയ പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയായി. ആ ആയമത്തള്ള ഇതൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. കൊച്ചമ്മയെ കണ്ണെടുത്താ കണ്ടുടല്ലോ അവർക്ക്. എങ്ങനെയെങ്കിലും കൊച്ചമ്മയെ ഒതുക്കണോന്നൊരൊറ്റ വിചാരമല്ലേ ആ മുതുക്കിടെ മനസ്സിലുള്ളൂ. അതറിയാവുന്നോണ്ടല്ലേ ഞാൻ ഏത് നേരവും നേരല്ലോ പോലെ എന്റെ കൊച്ചമ്മയുടെ കൂടെ നടക്കുന്നേ. അമ്മായി എന്താ ആരോട് പിണങ്ങി വന്നതുപോലെ? അമ്മാവനോട് വഴക്കുണ്ടാക്കിയോ? കള്ളും കുടിച്ചു ബോധമില്ലാതെ ആ മുറിയുടെ കോണിലെങ്ങാണ്ട് കിടപ്പുണ്ട് അതിയാൻ. പിന്നെയാ വഴക്ക്. ഈ അമ്മായിക്ക് ഇതെന്തു പറ്റി? ആർച്ചമോളെ, ഞാനും എന്റെ മോളും കൂടി നാട്ടിലേക്ക് തിരിച്ചു പോകുക. അതെന്താ അമ്മായി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ബോധ്യമായി മോളെ. പിന്നിവിടെ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് എന്തിനാ നിൽക്കുന്നേ? ഞങ്ങള് പോയേക്കാം. അമ്മായി ഇങ്ങനെ എടുപിടിന്ന് ചാടി പോകാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. കൊച്ചമ്മേ, ഉള്ള കാര്യം പറയാലോ. വള്ളി ഇങ്ങനെ ദേവന്റെ പിറകെ നടന്നതുകൊണ്ട് മാത്രം അവരുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ദേവന്റെ മനസ്സിലിപ്പോ ആ അല്ലി ടീച്ചർ മാത്രമല്ലേ ഉള്ളൂ. അവളെ അവിടെ നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്ത് വല്ലിക്ക് കയറി പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? ഇവരുടെ കല്യാണ വിഷയത്തിൽ ദേവന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടാകില്ലെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ആ നിലയ്ക്ക് നമ്മൾ ഇനി മറുവശത്തു കൂടി കാര്യം നേടാൻ ശ്രമിക്കണം. അതായത് വല്യങ്ങിനെ വെച്ച്. അതെങ്ങനെ? കുറച്ചു വളഞ്ഞ വഴിയാ. ഞാനും അനന്തവല്ലിയും കൂടി അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊള്ളാം. കൊച്ചമ്മ ഒരു കാര്യം ചെയ്യും, വിഷ്ണു അണ്ണനെ കൊണ്ട് ഈ കല്യാണ വിഷയം വല്യങ്ങിന്റെ അടുത്ത് അവതരിപ്പിക്കണം. അത് നടക്കൂ മോളെ? ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ ഈ കല്യാണം നടക്കും. വല്യങ്ങന്ന് തന്നെ ദേവണ്ണനെ വിളിച്ചു പറയും, നീ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞാ പിന്നെ ദേവണ്ണി ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ചിരിയും എന്താ അവിടെ? ഉറുമ്പ് ഉറുമ്പ് അടിച്ച ടീച്ചറെ. ചിന്ന, മര്യാദക്കിരുന്ന് പഠിക്ക്. ഓ, ദേവൻ സാർ വരും. ചെല്ലിച്ചൻ. വേറൊരു പേജിൽ തന്നെത്താൻ എഴുതണമെന്ന് പറഞ്ഞിരുന്നില്ലേ? എഴുതിയോ? അയ്യോ, എന്താ? അത് ഞാൻ എഴുതിയില്ല ടീച്ചറെ. എന്താ സാർ ഇങ്ങനെ? ഈ ഒരു ഹോംവർക്ക് പോലും ചെയ്യാൻ മടിയാണെങ്കിൽ സാർ എങ്ങനെ മുന്നോട്ട് പഠിക്കും? ശരി ശരി, അവിടെ പോയിരുന്ന് അടുത്ത പേജിൽ എഴുതിയിട്ട് വാ. ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആകൃതി ഒത്തിരിക്കണം, നിറയെ ഒത്തിരിക്കണം. ശരി. മറിച്ചിട്ട് എന്താ കാര്യം? എന്റെ ഈ തല കണ്ട ആർക്കും മനസ്സിലാവും. അണ്ണനെന്താ കൈ എടുത്ത? നിന്നെ മനസ്സിലായി പിന്നെ എന്റെ കാര്യം പറയണോ?